ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടും ഉഷാറായിട്ടും ഇരിക്കാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചാലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ ചാലഞ്ച് വീഡിയോ പറയുമ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഒരു ചാലഞ്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് 75 days ഹാർഡ് ചാലഞ്ചാണ്. പക്ഷെ അത് വീഡിയോ കണ്ടവർക്കറിയാം, അത് പകുതി വഴി വെച്ചിട്ട് അത് പോയി. അപ്പോൾ എന്താ പറയുക, 75 days ഹാർഡ് ചാലഞ്ചിൽ എന്താ പറയുക, 2 നേരം വർക്കൗട്ട് ചെയ്യണം, ഇത്ര ടൈം വർക്കൗട്ട് ചെയ്യണം, ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ ഇങ്ങനെ ആയിരിക്കണം, ജങ്ക്സ് മാക്സിമം കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഡെയിലി ബുക്ക് വായിക്കണം എന്നൊക്കെ. ഇതൊക്കെ ഞാൻ എന്താ പറയുക, പുറത്തോട്ട് പറയുന്നതിൻ്റെ മുന്നേ, അതായത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ മുന്നേ, 75 days ചാലഞ്ച് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ ഓൾറെഡി ചെയ്തു വന്നിരുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ ഞാൻ എന്നാണോ ഇങ്ങനെ ഒരു ചാലഞ്ച് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലിട്ട് അന്ന് മുതൽ അത് പോയി. പിന്നെ എനിക്ക് മര്യാദയ്ക്ക് ഞാൻ എക്സസൈസ് എടുക്കാണ്ടായി, ഫുഡ് ഒരു കൺട്രോൾ ഇല്ലാണ്ടായി, പിന്നെ വെള്ളം കുടിക്കണേൻ്റെ ഇൻടേക്ക് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നത്തെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് പേടിയുണ്ട്. കാരണം ഞാനിത് പബ്ലിക്കായിട്ട് യൂട്യൂബിൽ വന്ന് എപ്പോൾ അനൗൺസ് ചെയ്യുന്നത്, അത് കഴിഞ്ഞാൽ പിന്നെ ഇത് പോയി. ആകെ 10 ആളെ കാണുന്നു, എന്നാലും ഇത് പോയി. ഞാൻ പുറത്ത് പറഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പോയി. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇന്നത്തെ ഇത് ഒരു വെയിറ്റ് ലോസ് ചാലഞ്ചാണ്. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് ലോസ് ചാലഞ്ച് വന്നിട്ട് ഞാനിപ്പോൾ ഒരാഴ്ചയല്ല, ഏകദേശം 2-3 ആഴ്ചയായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതുവരെ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോകുന്നു. ഇനിയിപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്ത് പിറ്റേ ദിവസം മുതൽ എൻ്റെ ഡയറ്റൊക്കെ മൊത്തത്തിൽ വെള്ളത്തിലാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ചാനൽ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ പ്ലീസ് ടു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്താം. എന്നാൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസിൻ്റെയൊക്കെ പുതിയ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ചാലഞ്ചിലോട്ട് പോകാം. അപ്പം നമ്മൾ വന്നിട്ട് ഒരു വെയിറ്റ് ലോസ് ചാലഞ്ചാണ് നോക്കുന്നത്. അപ്പോൾ വെയിറ്റ് ലോസ് ചാലഞ്ച് ഇപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് വേണമെന്ന് തോന്നി ഞാൻ ചെയ്യുന്നതാണ്. അതായത് ഇടയിലൊരു സമയത്ത് ഞാൻ വെയിറ്റ് കുറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വെയിറ്റ് ഇടയിൽ കൂടി. എന്ന് വെച്ചാൽ ഓവർ വെയിറ്റ് ഒന്നുമല്ല, എൻ്റെ ഹൈറ്റിനുള്ള വെയിറ്റേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എന്താ പറയുക, തല്ലിട്ടത്തിൻ്റെ സൂക്കെടുത്തൊക്കെ പറയാം. ശരി, എനിക്ക് വെയിറ്റ് കുറയ്ക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ഹൈറ്റിനുള്ള വെയിറ്റേ എനിക്കുള്ളൂ. പക്ഷെ എന്നാലും നമുക്കൊരു ചാലഞ്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സാധനമാണ്. പിന്നെ ഞാനൊരു ഒരാഴ്ച ഒക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എക്സസൈസിൻ്റെ ടൈമിങ്സ് കൂട്ടി എന്നുള്ളതാണ് ഇതിൽ. അപ്പോൾ ടൈമിങ്സ് കൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവെ ഒരു അരമണിക്കൂറൊക്കെ, അതിൻ്റെ മാക്സിമം ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ടൈമാണ് അരമണിക്കൂർ. ചിലപ്പോൾ അരമണിക്കൂറിൻ്റെ താഴെ. ഇപ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടൊക്കെ ചെയ്യണമെങ്കിൽ 15 മിനിറ്റ്, സൂംബയാണെങ്കിൽ 15 മിനിറ്റ്, ഇങ്ങനെയൊക്കെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. ഇത് മാറ്റി ഞാൻ ടൈമിങ് കൂട്ടി ഏകദേശം ഒരു 1 hour വർക്കൗട്ട് ചെയ്തു. പിന്നെയെന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും, വർക്കൗട്ട് അതിലും കൂടുതൽ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആവേശകുമാരിയായിട്ട് ഞാൻ കുറച്ച് 1 മണിക്കൂറുള്ളത് 1 മണിക്കൂറും കൂട്ടിയിട്ട് 1.5 മണിക്കൂറൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ നടു പണിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാരും ആ മണ്ടത്തരം ചെയ്ത് വർക്കൗട്ടൊക്കെ ഒരു ആവശ്യത്തിന് ചെയ്യുക, അല്ലാണ്ട് ഓവറായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പോൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്യാത്ത ഒരാളാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യുക, വർക്കൗട്ടിൻ്റെ ടൈം കുറച്ച് കൂട്ടാം. അപ്പോൾ ഇപ്പം ഞാൻ 1.5 മണിക്കൂറിലോ 1 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതൽ കാലറീസ് ബേൺ ആവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഡീടോക്സ് വാട്ടർ കുടിക്കുക. ഡീടോക്സ് വാട്ടർ ഞാൻ അങ്ങനെ ഡെയിലി ഒന്നും കുടിക്കാറില്ല. ഞാൻ ചിലപ്പോൾ ഒരു 3 ദിവസമൊക്കെ കൂടുമ്പോഴൊക്കെ ഞാൻ കുടിക്കുന്നുള്ളൂ. അപ്പോൾ ഡീടോക്സ് വാട്ടർ ആയിട്ട് ഞാൻ ഡീടോക്സ് വാട്ടർ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിലെ എന്താ പറയുക, ടോക്സിൻസ് ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് നമ്മളെ കൂടുതൽ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഡീടോക്സ് വാട്ടർ. അപ്പോൾ ഡീടോക്സ് വാട്ടർ ആയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. ഞാൻ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് കുടിക്കും. അത് പക്ഷേ ഡെയിലി കുടിക്കാറില്ല. ഡെയിലി കുടിച്ച് കഴിഞ്ഞാൽ അസിഡിറ്റി കൂടും. അതുകൊണ്ട് ഡെയിലി കുടിക്കാറില്ല. ഒരു 3 ദിവസം 4 ദിവസമൊക്കെ കൂടുമ്പോഴേ ഞാൻ കുടിക്കാറുള്ളൂ. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഡീടോക്സ് വാട്ടർ വേണമെങ്കിൽ കുക്കുംബർ 2-3 സ്ലൈസ് ആക്കിയിട്ടൊരു ജാറിലോട്ട് ഇട്ടിട്ട് അതിൽ 2-3 ലെമണിൻ്റെ സ്ലൈസ് ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് ത്രൂ ഔട്ട് ദ ഡേ നിങ്ങൾക്ക് കുടിക്കാം. അത് നല്ലൊരു ഡീടോക്സ് ആണ്. അപ്പോൾ പൊതുവെ ഡീടോക്സ് എടുക്കാത്ത ഒരാളാണ്. ഇപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ലൈമിൻ്റെ തന്നെ ഡീടോക്സ് കാര്യങ്ങളൊക്കെ എന്താ പറയുക യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രോട്ടീൻ കഴിക്കുന്നുണ്ടോ എന്ന് പോലും ഞാൻ കൺസേൺഡ് അല്ല, കിട്ടുന്നത് തിന്നുക, ആ ഒരു ഇതായിരുന്നു.
പക്ഷെ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ എന്നും എൻ്റെ ഡയറ്റിൽ പ്രോട്ടീൻ ഉണ്ട് എന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഗ്സ് കഴിക്കുന്നുണ്ട്. ഒരു 2 മുട്ട ഞാൻ ഡെയിലി കഴിക്കുന്നതാണ്. മുട്ടയുടെ വെള്ളയും മഞ്ഞയൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്, അല്ലാണ്ട് മഞ്ഞെടുത്ത് ഒഴിവാക്കുന്നൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, ഒരു 2 മുട്ടയൊക്കെ ആണെങ്കിൽ അതിൻ്റെ മഞ്ഞ കഴിച്ചു വിചാരിച്ചിട്ട് പ്രശ്നമില്ല, കാരണം ഇത് ഗുഡ് കൊളസ്ട്രോളാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഞാൻ മുട്ട കഴിക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഡയറ്റിൽ വരുത്തിയ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് ഒന്നും കൂടിയും കുറച്ചൊക്കെ എന്താ പറയുക, കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഹെൽത്തി ഇൻ ദ സെൻസ് ചീറ്റേ എടുക്കാണ്ട് എപ്പോഴും എന്താ പറയുക ഈ ഓട്സ് അല്ലെങ്കിൽ എപ്പോഴും സാലഡ് മാത്രം കഴിച്ച് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ ചോറ് കഴിക്കുന്നുണ്ട്, പിന്നെ എന്താ പറയുക ചോറും സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചീറ്റിങ് എനിക്കുണ്ട്. ഞാൻ ഈ ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഹോസ്റ്റലിലാണ്. അപ്പോൾ ഹോസ്റ്റലിലാവുമ്പോൾ എനിക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാങ്ങുന്നതാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു കൺട്രോളിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കൺട്രോൾ കയ്യിന്ന് പോകുമെന്ന് എനിക്കറിയില്ല. മിക്കവാറും അങ്ങനെ ഉണ്ടാവാൻ 75 ഡേയ്സ് ചാലഞ്ച് പോലെ ഇതും വെള്ളത്തിലാവാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഹോസ്റ്റലിലുള്ള ദിവസം കഴിയുന്നതും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ, ഓയിൽ കുറവുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ കഴിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഈ പൊറോട്ടയൊക്കെ ആണെങ്കിൽ വീറ്റ് പൊറോട്ട അതൊക്കെയാണ്. പിന്നെ കൂടുതൽ വെജിറ്റബിൾസിൻ്റെ ഇൻടേക്ക് കൂട്ടി ഞാൻ ഈ മറ്റേ ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോസ്, ഇതൊക്കെ ഇങ്ങനെ സാലഡ്സ് ആയിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് കഴിക്കും. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കും. പിന്നെ ഓയിൽ കംപ്ലീറ്റ് എന്താ പറയുക, കംപ്ലീറ്റ് നല്ല ഏകദേശം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഓയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഷുഗറും അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒബ്വിയസ്ലി ഷുഗർ കഴിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോഴൊക്കെ ഞാൻ കഴിയുന്നതും ഷുഗർ കട്ട് ചെയ്യുന്നുണ്ട്. അതായത് വീട്ടിലാകെ ഞാൻ 2 ദിവസമേ പോകുള്ളൂ, 2 ദിവസം കഴിക്കുകയാണെങ്കിലേ കഴിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 8-10 ദിവസമായിട്ട് ഞാനിപ്പോൾ ഷുഗർ ഏകദേശം നല്ല രീതിക്ക് അവോയ്ഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസിൻ്റെ ഇൻടേക്ക് കൂട്ടി, പിന്നെ വെള്ളം കുടിക്കുന്നത് കൂട്ടി, വാട്ടർ ഇൻടേക്കും നല്ല രീതിക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിപ്പോൾ എൻ്റെ ഡയറ്റിലും എക്സസൈസിലൊക്കെ വരുത്തിയിട്ടുള്ള ചേഞ്ചസ്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ ട്രൈ ചെയ്യാൻ നോക്കി, പക്ഷെ അത് ഒക്കുന്നില്ല. അതായത് ഇപ്പോൾ രാവിലെ വേണമെങ്കിൽ രാവിലെ ഞാൻ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ കോളേജിൽ പോകുന്നതിന് മുന്നേ എനിക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഞാനത് കഴിക്കുമ്പോൾ ഒരു 9 മണിക്കൊക്കെ കഴിച്ചാലും പിന്നെ എനിക്ക് 5 മണീൻ്റെ ഉള്ളിൽ ഞാൻ ഡിന്നറൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ വൈകുന്നേരമാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വേണ്ട, ആ ഒരു സാധനം ഞാൻ ഒഴിവാക്കി. പറഞ്ഞ പോലെ കഴിക്കുന്നത് മാക്സിമം ഹെൽത്തി ആയിട്ട് കഴിക്കുക. അങ്ങനെയാണ് ഇപ്പം ഞാൻ എന്താ പറയുക എൻ്റെ ഡയറ്റ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നണോ എൻ്റെ ഡയറ്റിൻ്റെ. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾക്കും വെയിറ്റ് ലോസ് ചെയ്യാം. അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് വന്നിട്ട് 74 kgs ആയിരുന്നു. ഇനിയിപ്പോൾ ഞാനൊരു കുറച്ചും കൂടി ആഴ്ചകൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താ നിങ്ങൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഷോർട്ടാക്കി പറയാം. ഈ ഡയറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പുതിയ ചാലഞ്ചിൽ എന്തൊക്കെ ചെയ്യേണ്ടത്. ഒന്ന് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് വെള്ളം കുടിക്കുക, പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുക. നിങ്ങൾ പണ്ട് വർക്കൗട്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻവോൾവ് ആക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഫുഡിൽ കൂടുതൽ ന്യൂട്രിയൻ റിച്ച് ആയിട്ടും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുക. പിന്നെ എന്ന് പറയുന്നത് കഴിയുന്നതും ഓയിൽ, അതുപോലെ കഴിയുന്നതും ഷുഗർ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഡീറ്റോക്സ് വാട്ടർ കുടിക്കാൻ പറ്റുകയാണെങ്കിൽ ഡീറ്റോക്സ് വാട്ടർ കുടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ ചാലഞ്ചിന് താല്പര്യമുള്ളവർ ആണെങ്കിൽ എന്താ പറയുക, ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, പിന്നെ അടുത്ത എന്ത് വീഡിയോ വേണമെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.